അല്ല വികൃതമാക്കാനായിട്ട് അവരുടെ ഇമേജിനെ വികൃതമാക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണത്. ഇപ്പോൾ ഈ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആ സാഹചര്യമാണ് ആ, ഇമ്പോർട്ടൻ്റ് ഇവിടെ. അല്ലാണ്ട് ഒരു ക്രൈമല്ല. അവര് ഒരു ക്രൈമും ചെയ്തിട്ടില്ല. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നിയമപ്രകാരമുള്ള ഒരു 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 ക്രൈമും അവർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഞാനിത് കേട്ടിട്ട് പല ആൾക്കാരോടും ചോദിച്ചത്. എല്ലാവരും 100% ആൾക്കാർ പറഞ്ഞ് എന്ത് വിഡ്ഢിത്തരങ്ങളാണ് ഈ എഫ്ഐആറിലുള്ളത്. കാരണം അങ്ങനെ ഒരു സാധനം, കാരണം സെൻസർ ബോർഡ് അനുവദിച്ച സിനിമകൾ അതിന് ആവശ്യമുള്ള രീതിയിലുള്ള ആ സ്ക്രിപ്റ്റിന് ആവശ്യമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എല്ലാവർക്കും ചെയ്യണം. മനസ്സിലായില്ലേ? അത് അത്ര ഒരു വൾഗറായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ സെൻസർ ബോർഡിന് തോന്നിയിട്ടില്ല, പ്രേക്ഷകർക്ക് തോന്നിയിട്ടില്ല. കാരണം ഇദ്ദേഹത്തിന് മാത്രം എങ്ങനെയാണ് തോന്നുന്നത്? കാരണം ഇത് നമ്മുടെ മൊറാലിറ്റീനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈ കാണികളെ ബാധിക്കും, അല്ലെങ്കിൽ ചെറുപ്പക്കാരെ ബാധിക്കും എന്ന് പറയുന്നത് പക്ഷേ ബുൾഷിറ്റ് എന്നല്ല പറയാം. അല്ലാതെ വേറെ എന്താ പറയുക? അല്ലാതെ വേറൊരു വാക്ക് എനിക്കില്ല. ഇറ്റ്സ് എ നോൺസെൻസ് ആണ്. ഇറ്റ്സ് എ നോൺസെൻസ് ആയിട്ട് അവർ ചെയ്യുന്നത്. ഇത് ആദ്യം കേട്ടപ്പോൾ എനിക്ക് വേദനയാണ് തോന്നിയത്, വിഷമം തോന്നി. കാരണം അത് മാത്രമല്ല, എനിക്കൊരു നിരാശയാണ് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനും ശ്വേതയാണ് ഇപ്പോൾ ഫൈനൽ റൗണ്ടിൽ നിൽക്കുന്നത് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ഞാനൊരു യോദ്ധാവ് ആയിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. കാരണം ഐ എം എ ഫൈറ്റർ. അപ്പോൾ അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് വേണം ജയിക്കാനായിട്ട്.